മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, ആംപിയർ, കാൻഡല, മോൾ. ഇവയൊക്കെ ആരാണ്? ഇവയൊക്കെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റിനും ഒരുപാട് യൂണിറ്റുകളുണ്ട് അല്ലേ മക്കളെ? നമുക്കറിയാം കിലോമീറ്റർ. നമ്മൾ നടന്നു പോകുമ്പോൾ നല്ല ദൂരമുള്ള സ്ഥലം പറയാം, നമ്മൾ ഇത്ര കിലോമീറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ചെറിയ അളവ് നമ്മൾ പറയാം, നമ്മുടെ സ്കെയിലിൽ സെൻറ്റിമീറ്റർ പറയും. നമ്മൾ തൂക്കാൻ പോകും, നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴേക്കും നമ്മൾ കിലോഗ്രാമിൽ പറയും, ഗ്രാമിൽ പറയും. അങ്ങനെ നമ്മുടെ ചുറ്റിനും ഒരുപാട് അടിസ്ഥാന അളവുകളുണ്ട്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് പറയാം. ഇവയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ബേസിക് സയൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ അളവുകളും യൂണിറ്റുകളും ആണ്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ. എന്താ മക്കളെ നോക്കിയേ, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. അപ്പൊ പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്ന അളവുകൾ നോക്കണം മക്കളെ. നീളം, മാസ്, സമയം, താപനില, വൈദ്യുത പ്രവാഹ തീവ്രത, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത, ഇങ്ങനെയുള്ള ഈ അളവുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നോക്കണം, ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഈ പറയുന്ന അളവുകളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ. ആ അടിസ്ഥാന അളവുകളുടെ എന്താണ് ഈ കൊടുത്തിരിക്കുന്നത്? യൂണിറ്റുകളാണ് ഈ അകത്ത് എഴുതിയിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ചുറ്റിനും ഒരുപാട് എന്തുണ്ട്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾക്ക് എന്തുണ്ട് മക്കളെ? യൂണിറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് യൂണിറ്റുകൾ? നോക്ക്, ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഒരു അളവിനെ പ്രസ്താവിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും? യൂണിറ്റുകൾ ഉപയോഗിക്കും. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ക്വാണ്ടിറ്റീസിനെ, ഈ അളവുകളെ പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ. നോക്കുക, അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ, എം എന്ന അക്ഷരത്തെ സൂചിപ്പിക്കും. മാസ് എന്ന് പറയുന്ന അടിസ്ഥാന അളവിൻ്റെ യൂണിറ്റ് ആണ്, അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. അപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ഈ പറയുന്ന ലെങ്ത് നമുക്ക് ഏതിൽ കാണാൻ പറ്റും? മീറ്ററിൽ നമുക്ക് കാണാനായിട്ട്, ആ യൂണിറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെയാണ്, സെറ്റാണ്. ഇനി നിങ്ങൾ നോക്കിയേ, 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം, അതോടൊപ്പം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ SI യൂണിറ്റുകൾ സാർവദേശികമായ അംഗീകാരം നൽകി. അപ്പോൾ എല്ലാ യൂണിറ്റുകളെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു? സംയോജിത സംവിധാനം കൊണ്ടുവന്നു. അതാണ് SI യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഓരോ അടിസ്ഥാനങ്ങൾക്കും, അടിസ്ഥാന അളവുകൾക്കും എന്തുണ്ടാക്കിയെടുത്തു? യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. ആര്? SI യൂണിറ്റുകൾ എന്നാണ് അതിനെ പറയുന്നത്. SI യൂണിറ്റുകളുടെ പ്രത്യേകത എന്തെല്ലാം നിങ്ങൾ പഠിക്കണം. ഏകീകൃത യൂണിറ്റ് ആണ്, എല്ലായിടത്തും ലോകമെമ്പാടുമുള്ള യൂണിറ്റ് ആണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകൾ, യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്തത് എഴുതുകയും ചെയ്യും. അപ്പോൾ മനസ്സിലാക്കി, ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് മീറ്റർ. അത് കണക്ക് മാസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അടിസ്ഥാന അളവിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ആണ് കെൽവിൻ. നമ്മൾ ഡിഗ്രി എന്നൊക്കെയാണ്, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചറിൻ്റെ ഏതാണ് മക്കളെ? കെൽവിൻ ആണ്. ഇലക്ട്രിക് കറണ്ട് ഏതാണ്? ആംപിയർ. അപ്പോൾ വീട്ടിലെ കറണ്ട് പറയുന്ന യൂണിറ്റ് ഏതായിരിക്കണം? ആംപിയർ, ക്യാപിറ്റൽ A ആയിരിക്കണം. അതോടൊപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളും, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്താണ്? CD ആണ്. നോക്കടാ, പ്രകാശ തീവ്രത കാൻഡല.
അതാണെങ്കിൽ പദാർത്ഥത്തിൻ്റെ അളവ് മോള് എന്നുള്ള കാര്യങ്ങൾ ഇത്രയും പഠിച്ചേ പറ്റൂ. ഇത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം പഠിക്കേണ്ട കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ. ഇത് രണ്ടും പഠിക്കണം, കൃത്യമായി പഠിക്കണം. അപ്പോൾ ആദ്യം പഠിച്ച അടിസ്ഥാന അളവുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ അളവുകളാണ് മക്കളെ എന്ത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളുടെ ആശ്രയിച്ച് നിലനിൽക്കുന്നതായ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ആ യൂണിറ്റുകളില്ലയോ മക്കളെ, ഈ പറയുന്ന യൂണിറ്റിൽ നിന്നും ഉണ്ടാകുന്ന യൂണിറ്റുകളാണ് അല്ലെങ്കിൽ അളവുകളാണ് ഡിറൈവ്ഡ് യൂണിറ്റ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കടാ, എല്ലാവരും നോക്കടാ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവെന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്കറിയാം. ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ നീളവും വീതിയുമാണ് ഗുണിക്കുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചു. വീതിയുടെ യൂണിറ്റും നീളം അളക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ത് വന്നു? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ മീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതെന്താണ്? വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. മീറ്റർ ക്യൂബ് എന്ന് എഴുതിയേക്കുന്നത് വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിൻ്റെയാണ്. അപ്പോൾ അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. അടുത്ത നോക്കട, സാന്ദ്രത ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? മാസ് ബൈ വോളിയം ആണ്. മാസിനെ വോളിയം കൊണ്ട് ഹരിക്കണം. therefore കിലോഗ്രാം പെർ എന്ത് വന്നു? മീറ്റർ ക്യൂബ്. അപ്പോൾ അതിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പഠിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, യൂണിറ്റുകൾ എഴുതുമ്പോൾ കുറെ തെറ്റുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൊതു നിയമാവലി നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. അപ്പം എന്തെഴുതുമ്പോൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ കൃത്യതയോടുകൂടി എഴുതാനായിട്ട് പഠിക്കണം. നോക്കടാ, നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും നോക്കിയേ ശ്രദ്ധിച്ചു നോക്കിയേ, തെറ്റായ രേഖപ്പെടുത്തൽ നോക്കുക. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എഴുതിയേക്ക് നോക്കടാ, വലിയ അക്ഷരത്തിലാണ് എഴുതിയേക്കുന്നത്. തെറ്റാണ്. വലിയ അക്ഷരമാണ് ഇവിടെ kg എന്ന് എഴുതിയേക്കുന്നത്. നോക്കടാ, ശ്രദ്ധിക്കടാ, kg എന്ന് എഴുതിയേക്കുന്ന ക്യാപിറ്റൽ കെയും ക്യാപിറ്റൽ ജി ആണ്. അപ്പോൾ നിയമാവലി അനുസരിച്ച് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കണം എന്തെഴുതുമ്പോൾ? യൂണിറ്റ് എഴുതുമ്പോൾ. അപ്പോൾ അത് കൃത്യമായി എഴുതുമ്പോൾ ഇങ്ങനെ വരും: 1000. കണ്ടോ, 1000 എന്ന് എഴുതി. കിലോഗ്രാം ചെറിയ അക്ഷരത്തിൽ എഴുതണം. പെർ മീറ്റർ ക്യൂബ് ചെറിയ അക്ഷരത്തിൽ എഴുതണം. നോക്കടാ, 1.5 എന്തെന്ന് എഴുതാവൂ? സ്മാൾ ലെറ്ററിലെ kg എഴുതാവൂ കേട്ടല്ലോ. അപ്പോൾ kg ഒരിക്കലും കിലോഗ്രാം എന്ന് പറഞ്ഞ യൂണിറ്റ് എഴുതുമ്പോൾ എന്ത് എഴുതാൻ പാടില്ല? വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ എഴുതിയേക്കുന്ന രീതി തെറ്റാണ്. അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ എഴുതിയേക്കുന്നതിനകത്ത് ഒരു എസ് എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ട് അല്ലേ? എസ് കണ്ടോടാ, കിലോഗ്രാംസ് അല്ലെങ്കിൽ 1.5 കിലോഗ്രാംസ് എന്ന് എഴുതുന്നതും തെറ്റാണ് മക്കളെ. പ്ലൂറൽ ഫോം എഴുതാൻ പാടില്ല, ബഹുവചന രൂപം എഴുതാൻ പാടില്ല. പ്ലൂറൽ ഫോം ആണ്. എസ് വന്നാൽ അത് പ്ലൂറൽ ആയി. മാംഗോസ് എന്ന് നമ്മൾ പറയുന്ന സംഭവം മാങ്ങകൾ എന്ന് നമ്മൾ എഴുതുമ്പോൾ ES ചേർക്കത്തില്ലയോ മാംഗോസ് എന്ന് എഴുതാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പ്ലൂറൽ എന്ന് പറയുന്ന രീതിയിൽ എസ് ഇടുന്നത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതത്തുള്ളൂ: കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും കിലോഗ്രാമുമാണ് ശരിയായിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ മൂന്നാമത്തതിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് തെറ്റ്? ഇവിടെ എന്താ തെറ്റ്? ഇവിടെ ഒരു തെറ്റും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലയോ മക്കളെ? ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു തെറ്റും ഫീൽ ചെയ്യുന്നില്ല അല്ലേ? തൊട്ട് താഴെ എഴുതിയേക്കുന്നതിനകത്തും യാതൊരു തെറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. അതെനിക്ക് അറിയാം മക്കളെ. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾ പഠിച്ചു, യൂണിറ്റ് എഴുതാൻ നേരത്ത് ആദ്യം എഴുതുന്ന ആ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ അളവെന്ന് പറയുന്ന, അതിന് കഴിഞ്ഞ് ഒരു ചെറിയ സ്പേസ് വേണം. എന്ത് വേണം? സ്പേസ് വേണം. ഇവിടെ 1000-നും കിലോഗ്രാമിനും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു സ്പേസ് കൊടുക്കണം. ഈ 1.5-നും കിലോഗ്രാമിനും ഇടയിൽ എന്ത് കൊടുക്കണം? ഒരു സ്പേസ് കൊടുക്കണം. ഇവിടെ അടുപ്പിച്ചാണ് എഴുതിയേക്കുന്നത്. 1000-ഉം ഈ യൂണിറ്റും അടുപ്പിച്ചെഴുതിയാൽ അത് തെറ്റാണ്. ഇത് തെറ്റായ രൂപമാണ്. അപ്പോൾ ആ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം നോക്ക്, ഈ എഴുതിയേക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഇങ്ങനെ ഒരിക്കലും മീറ്റർ 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 എന്ന് എഴുതാൻ പാടില്ല. അതിനെ ഒരുമിച്ച് മീറ്റർ ക്യൂബ് എന്ന് എഴുതാനായി പഠിക്കുക. ഓക്കെയാണ്, അവിടുത്തെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതും തെറ്റാണ്, അങ്ങനെ എഴുതുന്നതും തെറ്റാണ്. അപ്പോൾ യൂണിറ്റുകൾ എങ്ങനെയൊക്കെ എഴുതണമെന്നാണ് നമ്മൾ ഈ സൈഡിൽ പഠിക്കുന്നത്. നിയമാവലി പഠിക്കുക. അടുത്തത് നോക്കട്ടെ, 1000 കിലോഗ്രാം. ഇവിടെ കിലോഗ്രാമിനെ ചെറു രൂപത്തിൽ എഴുതി, kg എന്ന് എഴുതി. പക്ഷെ ഇപ്പുറത്തെ ക്യൂബിക് മീറ്ററിനെ മീറ്റർ ക്യൂബ് എന്ന് എഴുതാതെ എങ്ങനെ എഴുതി? ക്യൂബിക് മീറ്റർ എന്ന് നന്നായി നീട്ടി എഴുതിയേക്കാണ്. അവിടെയും തെറ്റാണ്. എന്താണ്? യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഇടകലർത്തി എഴുതരുത്. കണ്ടോ, ഇങ്ങനെ മിക്സ്ഡ് രൂപത്തിൽ എഴുതാൻ പാടില്ല. ഇവിടെ kg എന്നും ക്യൂബിക് മീറ്റർ എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതാൻ ആവശ്യമില്ല. നമ്മൾ എങ്ങനെ എഴുതത്തുള്ളൂ? ഇതുപോലെ എഴുതത്തുള്ളൂ: കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്.
ഇവിടെ അതുപോലെ കിലോഗ്രാമും എഴുതി പിന്നെ മീറ്റർ ക്യൂബ് എഴുതി, അങ്ങനെ ഇട കലർത്തി എഴുതാനായിട്ട് പാടില്ല. പ്രതീകവും പേരും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മിക്സ് ചെയ്ത് എഴുതുന്നത് തെറ്റാണ്. അടുത്തത് നോക്കടാ, അടുത്തതിനകത്ത് എന്തോ തെറ്റ് നോക്ക്. 1 കിലോഗ്രാമും 500 ഗ്രാമും, നമുക്കറിയാം 1 കിലോയും 500 ഗ്രാമും ഇങ്ങനെ എഴുതത്തില്ല, ഒറ്റ യൂണിറ്റിലെ എഴുതൂ. നോക്ക്, ആദ്യമേ സംഖ്യ എഴുതും, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കും, പിന്നെ ആ യൂണിറ്റ് എഴുതും കിലോഗ്രാം എന്ന്. ഒരിക്കലും ഇങ്ങനെ മിക്സ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഗ്രാമും കിലോഗ്രാമും കൂടെ ഒരുമിച്ച് എഴുതത്തില്ല, ഒറ്റ യൂണിറ്റിൽ എഴുതുക കിലോഗ്രാമിൽ. ഓക്കെയാണ്. അടുത്തത് എഴുതിയേക്കുന്നതിനകത്ത് എന്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കെൽവിൻ എന്നും മീറ്റർ എന്നും എഴുതിയേക്കുന്നത്, പക്ഷെ അതിലെ തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതിയേക്കുന്ന കെ നോക്കടാ, ഇവിടെ എഴുതിയേക്കുന്ന എം നോക്കടാ, അത് ക്യാപിറ്റൽ ആണ്. യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരം എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ എന്തുപയോഗിക്കണം, ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കണം. കണ്ടല്ലോ, അപ്പൊ കെൽവിൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെറിയ അക്ഷരത്തിൽ എഴുതണം. മീറ്റർ എന്ന് എഴുതുമ്പോഴും മൊത്തം അക്ഷരവും ചെറുതായിരിക്കണം. ഇവിടെ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ കെയും എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് തിരുത്തി പഠിക്കുക. അപ്പോൾ ഈ നിയമാവലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും ഇതുപോലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. മക്കളെ ഇത് പഠിക്കണം പഠിക്കണം പഠിക്കണം. മക്കളെ അടുത്ത ഒരു യൂണിറ്റ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ എന്നൊരു യൂണിറ്റ് നോക്കടാ, കണ്ടോ എൻ ശരിയായ രീതിയാണ്. അപ്പൊ ബലം എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആരിൽ നിന്നും ഉണ്ടായതാണ്, വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട ന്യൂട്ടന്റെ എൻ ആണ് ഇവിടെ കിടക്കുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരനുസരിച്ചിട്ടാണ് ബലത്തിന് ന്യൂട്ടൺ എന്ന് കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ എൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണം കേട്ടല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് യൂണിറ്റ് ഉണ്ടായെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട അക്ഷരം എങ്ങനെയായിരിക്കണം, വലിയ അക്ഷരം ഉപയോഗിക്കണം. അപ്പൊ ക്യാപിറ്റൽ എൻ ആയിരിക്കണം ബലത്തിന്റെ യൂണിറ്റ് നിങ്ങൾ എഴുതേണ്ടത്. ഒരിക്കലും ഇത് എഴുതരുത്, ഇത് തെറ്റാണ്. ഇനി അടുത്ത എഴുതിയതിനകത്ത് നോക്കടാ, തെറ്റായിട്ടുള്ള രീതി 60 സെന്റിമീറ്റർ എന്ന് എഴുതിയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ഡോട്ട് ഇട്ട് വെച്ചു. കണ്ടോ, 60 സെന്റിമീറ്ററിന് ശേഷം ഒരു കുത്തുണ്ട്, അങ്ങനെ ഇടുന്നത് തെറ്റാണ്. പ്രതീകത്തിന് ശേഷം കുത്തു, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്, അത് മനസ്സിലാക്കുക. ഇവിടെയും അതുപോലെ 60 സെന്റിമീറ്റർ എന്ന് എഴുതിയതിനു ശേഷം ഇവിടെ ഒരു കുത്തിട്ട് വെച്ചിട്ടുണ്ട്, അത് തെറ്റാണ്, അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടല്ലോ. അപ്പൊ ആ നിയമം ശ്രദ്ധിക്കുക. അടുത്ത നോക്കടാ, ശരിയായ രീതി നോക്കണേ. ഇങ്ങനെ അടുപ്പിച്ചെഴുതാൻ പറ്റില്ല. എന്ത് അളവുകൾ അടുപ്പിച്ചെഴുതാൻ പറ്റില്ല നോക്കടാ, വ്യുൽപ്പന്ന യൂണിറ്റുകൾ. വ്യുൽപ്പന്ന യൂണിറ്റ്, ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ, നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന അടിസ്ഥാന യൂണിറ്റിൽ നിന്ന് ഉണ്ടായ വ്യുൽപ്പന്ന യൂണിറ്റ് എഴുതുമ്പോൾ, ഡിറൈവ്ഡ് യൂണിറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ചെഴുതാൻ പാടില്ല. ഇവിടെ നോക്കടാ, ന്യൂട്ടണും എഴുതിയിട്ടുണ്ട്, മീറ്ററും അടുപ്പിച്ചെഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ന്യൂട്ടണും മീറ്ററിന്റെ ഇടയിൽ ഒരു ഡോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുക, അത് മനസ്സിലാക്കുക കേട്ടല്ലോ. അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ നിയമങ്ങൾ, ഈ പറയുന്ന നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തായിരിക്കണം നിങ്ങൾ ഓരോ അളവുകളുടെയും യൂണിറ്റ് എഴുതുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഡയലോഗ് അല്ല വേണ്ടത്, ഈ എഴുതുന്ന രീതി കൃത്യമായിട്ട് എഴുതി പഠിക്കുക, വേറെ ഒന്നുമല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതിയാണെന്നും മനസ്സിലാക്കുക. മക്കളെ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കുഞ്ഞു വാക്കാണ്, എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന വാക്ക്? എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കും. മക്കളെ നിങ്ങൾ ആലോചിക്കുക, ഇതാണ്ട് ഇപ്പൊ ഞാനൊരു സ്കെയിൽ എടുത്ത്, ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജോമെട്രി ബോക്സിൽ ഇരിക്കുന്ന സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് ഏത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഈ 0-നും 1-നും ഇത്രയും ചെറിയൊരു അളവളക്കാം, 1 മില്ലിമീറ്റർ ആയിരിക്കും കണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് ഏതാണ്? 1 മില്ലിമീറ്റർ. അപ്പൊ 1 മില്ലിമീറ്റർ ആണ് ഈ സ്കെയിലിലെ എന്തെന്ന് വിളിക്കുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? നമ്മുടെ സ്കെയിലിൽ ഇരിക്കുന്നത് എത്രയാണ്? 1 മില്ലിമീറ്റർ. അതുപോലെ പല ഉപകരണങ്ങൾക്കും ചെറിയ അളവ്, അതിന് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് കാണും, അതാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പേജിലുള്ള ലെറ്റർ സക്സസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മക്കളെ. ഒന്നാമത്തെ ചോദ്യം നോക്ക്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് നോക്ക്. ഒന്നാമത്തെ ചോദ്യത്തിൽ നോക്ക് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മോൾ എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് SI യൂണിറ്റ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. കിലോഗ്രാം മാസ് കണക്കാക്കുന്ന കിലോഗ്രാമിലാണ്. കിലോമീറ്റർ ഒരിക്കലും ഇതിൽ പെടുന്നവയല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ കൂട്ടത്തിൽ പെടാത്തത് ആര്? കിലോമീറ്റർ. ബാക്കിയുള്ളവയുടെ പ്രത്യേകത എന്താണ്? അവരെല്ലാം SI യൂണിറ്റ് ആണ് എന്ന് എഴുതി വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്ക്, സമയം, പരപ്പളവ്,
മാസ്, വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹ തീവ്രത നമ്മൾ കണ്ടതാ SI യൂണിറ്റ് സിസ്റ്റം. മാസ് എന്ന് പറയുന്നതും SI യൂണിറ്റിലെയാണ്, സമയവും അതുപോലെ തന്നെ. ഈ പരപ്പളവ് നമ്മൾ എവിടാ പഠിച്ചത്? നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. എന്ത് യൂണിറ്റ് ആണ് മക്കളെ? പരപ്പളവ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. പരപ്പളവ് എന്താണ്? വ്യുൽപ്പന്ന യൂണിറ്റ് എന്നാണ് നമ്മൾ പഠിച്ച. അടിസ്ഥാന യൂണിറ്റിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ പരപ്പളവ്. പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ ചെയ്തു. അപ്പോൾ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഏത് കൂട്ടത്തിൽ പെടാത്തത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്ക്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ നോക്ക്, മീറ്റർ SI യൂണിറ്റ് ആണ്, കിലോഗ്രാം SI യൂണിറ്റ് ആണ്, സെക്കൻഡും SI യൂണിറ്റ് ആണ്. ഒരിക്കലും ഡിഗ്രി സെൽഷ്യസ് അല്ല ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതെല്ലാം SI യൂണിറ്റ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. അപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. പട്ടിക പൂർത്തിയാക്കാനാണ് ചോദ്യം. 1 കിലോമീറ്റർ എത്ര മീറ്റർ എന്നാണ് ചോദ്യം. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1000 മീറ്റർ ആണ്. എത്രയാണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. 1000 മീറ്റർ പഠിച്ചു വെച്ചാൽ മതി. ഇനി 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 1000 മില്ലിമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലിമീറ്റർ ആണ്. സംശയമൊന്നും വേണ്ട. ഇനി എത്ര സെൻറ്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 100 സെൻറ്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആവും. എത്ര സെൻറ്റിമീറ്റർ? 100 സെൻറ്റിമീറ്റർ. തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. എന്ത് ചെയ്തു? SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്നതിനെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക എന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാം ആണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്തോ മക്കളെ? കിലോഗ്രാം ആണ്. അപ്പോൾ ഈ 2000 ഗ്രാമിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഉത്തരം എന്തെന്ന് വരും? ഉത്തരം എന്ന് പറയുന്നത് 2000 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആയിട്ട് മാറും? 2 കിലോഗ്രാം. യൂണിറ്റ് എഴുതുമ്പോൾ 2 എന്ന് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് ചെറിയ അക്ഷരത്തിലാണ് എഴുതേണ്ടത്, നമുക്കറിയാം. അതുകൊണ്ട് 2 കിലോഗ്രാം എന്ന് ഉത്തരം വരും. ഇനി 1 ഹവർ എന്നാണ് കൊടുത്തേക്കുന്നത്. സമയം പറയുന്നത്, സമയത്തിൻ്റെ SI യൂണിറ്റ് ഹവർ അല്ല. നിങ്ങൾക്കറിയാം ഈ ഹവറിനെ മാറ്റി എന്താക്കണം? സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡാണ്. പഠിക്കുക. അതോടൊപ്പം ഇവിടെ കിലോമീറ്റർ ആണ് കിടക്കുന്നത്. ദൂരം അളക്കുന്ന അല്ലെങ്കിൽ ലെങ്ത് അളക്കുന്നത് നിങ്ങൾക്കറിയാം മീറ്റർ എന്ന് പറയുന്നതാണ് SI യൂണിറ്റ്. അതുകൊണ്ട് ഈ കിലോമീറ്ററിൽ കിടക്കുന്നതിനെ എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 1.5 കിലോമീറ്റർ നോക്കുക. 1.5 കിലോമീറ്ററിനെ എന്തിലോട്ട് മാറ്റണമെങ്കിൽ? മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ 1000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും 1500 മീറ്റർ ആണ് ഉത്തരം. ഇനി നോക്കി, ഇവിടെ സെൻറ്റിമീറ്ററിൽ കിടക്കുന്നതിലെ എന്തിലോട്ട് മാറ്റണം? നിങ്ങൾക്കറിയാം ലെങ്ത് പറയുന്നത് മീറ്റർ എന്ന് പറയുന്ന SI യൂണിറ്റിലാണ്. അതുകൊണ്ട് 200 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. ഓക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക കേട്ടല്ലോ. ഏതാണ് SI യൂണിറ്റിലേക്ക് മാറ്റുന്നത്? കൃത്യതയോടുകൂടി പഠിക്കുക. ഇവിടെ കിലോഗ്രാം ആണ് SI, സെക്കൻഡ് ആണ്, മീറ്റർ ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ തന്നിരിക്കുന്നു. ഈ യൂണിറ്റുകളുടെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതണം. എങ്ങനെ എഴുതണം? ആരോഹണ ക്രമം. ഇപ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. ഏറ്റവും ചെറിയ അളവ് ഏതാ മക്കളെ? കിലോഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, ക്വിൻ്റൽ ഉണ്ട്, ഗ്രാം ഉണ്ട്. അപ്പോൾ ഏറ്റവും ചെറുത് നിങ്ങൾക്കറിയാം മില്ലിഗ്രാം ആണ്. അതിലും വലുത് നമ്മൾ കടയിൽ പോയി പറയുന്ന ഗ്രാം ആണ്. അതിലും വലുത് കിലോഗ്രാം ആണ്. വലിയ വലിയ ലോറിയിലൊക്കെ എത്ര ക്വിൻ്റൽ കണക്കിന് സാധനം ഇരിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പം ആ ഓർഡറാണ്. അപ്പോൾ നമ്മൾ മില്ലിഗ്രാം ആദ്യം എഴുതും, പിന്നെ ഗ്രാം എഴുതും, പിന്നെ കിലോഗ്രാം എഴുതും, പിന്നെ എന്തെഴുതും? ക്വിൻ്റൽ എഴുതും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആരോഹണ ക്രമം എന്ന് പറയുന്നത്. എഴുതി വെച്ചേക്കുക മക്കളെ. കുറച്ച് പേരുകളും കൂടെ എനിക്ക് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കണം. നോക്കടാ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഏത് യൂണിറ്റിൽ പറയുമെന്ന് ചോദിച്ചാൽ അത് നീളത്തിലൊന്നും പറയാൻ പറ്റില്ല, അസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പറയും. ഓക്കെ, അപ്പോൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണെന്ന് മനസ്സിലാക്കുക. അത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്റർ
മില്ലിമീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെ നമ്മൾ പ്രകാശവർഷം എന്ന് പറയും. അപ്പൊ പ്രകാശവർഷവും ദൂരം അളക്കുന്ന യൂണിറ്റാണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റും പ്രകാശവർഷവും. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അതും മനസ്സിലാക്കി ഒന്ന് വെച്ചേക്കുക. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റും അതോടൊപ്പം പ്രകാശവർഷവും ലൈറ്റ് ഇയറും പഠിക്കണം. അതൊക്കെ ദൂരം അളക്കുന്നതാണ്. വളരെ അധികം ദൂരം ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അപ്പൊ അടുത്ത ചോദ്യം നോക്കൂ, 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്നാണ് ചോദ്യം. 1 മീറ്റർ എത്ര സെന്റിമീറ്റർ എന്ന് ചോദിച്ചാൽ അത് 100 സെന്റിമീറ്റർ ആണ് പഠിക്കുക. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് കേട്ടല്ലോ. അപ്പൊ 100 സെന്റിമീറ്റർ ചേരുമ്പോൾ നമ്മൾ അത് 1 മീറ്റർ ആയിട്ട് പറയും. ഇനി 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ? നിങ്ങളുടെ സ്കെയിലുണ്ട്. 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ? 10 മില്ലിമീറ്റർ ആണ്. 10 കുഞ്ഞു വര ചേരുമ്പോഴല്ലേ നിങ്ങളുടെ സ്കെയിലിൽ 1 സെന്റിമീറ്റർ ആവുന്ന അറിയാം. ഇനി 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞാൽ മതി. എത്രയാ? 1000 മില്ലിമീറ്റർ ആണ്. ഇനി 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ അത് 1000 മീറ്റർ ആണ്. ഇതെല്ലാം കൃത്യമായി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതൊന്ന് വായിച്ച് പഠിച്ച് വെച്ചേക്ക് മക്കളെ. അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10 ലക്ഷം മില്ലിഗ്രാം ആണെന്നുള്ളൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. പഠിക്കുക. 1 കിലോഗ്രാം എന്ന് പറയുന്ന 1000 ഗ്രാം ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. 1000ന്റെ 3 പൂജ്യം വെട്ടിയാൽ മതി, അത് കിലോഗ്രാമിലോട്ട് എത്താം. ഇനി അടുത്ത 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 കിലോയും 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോയുമാണെന്ന് പഠിക്കണം മക്കളെ. ശ്രദ്ധിക്കുക, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? നിങ്ങളുടെ വാച്ചൊക്കെ ഉള്ള നിങ്ങളാണ്. 60 സെക്കൻഡാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. എത്രയാണ്? 60 സെക്കൻഡ് ആകുമ്പോൾ അത് 1 മിനിറ്റ് ആവും. ഇനി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? അതിലൊരു കൺഫ്യൂഷൻ വരും. അത് നിങ്ങൾ പഠിക്കുക. 3600 ആയിരിക്കും. 60 കൂടെ ഗുണിച്ചാൽ മതി. 3600 ആയിരിക്കും 1 മണിക്കൂർ എന്ന് പറയുന്നത് അല്ലേ. 1 മണിക്കൂറിനകത്ത് മിനിറ്റ് ഉണ്ട്, 60 മിനിറ്റ്, പിന്നെ 60 മിനിറ്റ്, പിന്നെ സെക്കൻഡിലാക്കണം. അതുകൊണ്ട് 3600 സെക്കൻഡ് വരും. അതോടൊപ്പം 1 ലിറ്റർ എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബിൽ പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 1 ലിറ്റർ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്കറിയാം 3000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വന്നാൽ അത് 3 ലിറ്റർ ആണ് എന്ന് നമുക്ക് എഴുതാനൊക്കെ അറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിൽ എത്ര മില്ലി ലിറ്റർ ആണ്? നിങ്ങൾ പറയാം മില്ലി ലിറ്റർ ആ ചോദ്യം. എത്ര മില്ലി ലിറ്റർ? 1 ലിറ്റർ 1000 ആണെന്ന് നിങ്ങൾക്കറിയാം. 1000 ആണ്. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ ചാപ്റ്ററിൽ വേണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. ഇനി ഇതിനെയും കാട്ടി മണിക്കൂർ നീണ്ട ക്ലാസ് വേണമെങ്കിലും പറയാം. മണിക്കൂറുകൾ കൂടിയ ക്ലാസ് ആർക്കും വേണ്ട. അതുകൊണ്ടാണ് അതിനെ ഒന്ന് ഷോർട്ട് ചെയ്ത് ഇത്രയും ചുരുക്കി നിങ്ങൾക്ക് വേണ്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും മറ്റും പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ന്യൂജന്മത്തുന്ന ഈ ചാനൽ വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് മറ്റ് ക്ലാസ് കാണാനായിട്ട് ഓടി വരണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.